ഈ വാർത്താപ്പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ലോക്സഭ പാസാക്കിയതിന് പിന്നാലെ വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. ബില്ലിന്മേൽ 8 മണിക്കൂറാണ് രാജ്യസഭയിൽ ചർച്ച. വിനീത VG വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് വിനീത, രാജ്യസഭയിലേക്ക് ബിൽ എത്തുകയാണ്, നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു, കിരൺ റിജിജു ബിൽ അവതരണം തുടങ്ങുന്നു. ലോക്സഭയിൽ കണ്ടതുപോലെ ചൂടേറിയ ചർച്ചകൾക്കായിരിക്കും രാജ്യസഭ വേദിയാവുക, അല്ലേ? തീർച്ചയായും വിജയകുമാർ, നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. 8 മണിക്കൂറാണ് ചർച്ച പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നലെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ലോക്സഭയിൽ 8 മണിക്കൂറാണ് ആ ചർച്ച പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് 12 മണിക്കൂർ നീളുകയും സഭ അവസാനം ഏതാണ്ട് 2 മണിയോടുകൂടി ബില്ല് പാസാക്കി 2:30യോടുകൂടിയാണ് സഭ അവസാനിച്ചത്. ഇന്നും സമാനമായിട്ടുള്ള നടപടിക്രമങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. JP നദ്ദ ഇന്ന് ഈ ബില്ലിന്മേൽ സഭയിൽ സംസാരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇന്ത്യ മുന്നണി ഇതിന്മേൽ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. ലോക്സഭയിൽ അവർ എതിർപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. സമാനമായിട്ടുള്ള എതിർപ്പ് രാജ്യസഭയിലും അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ 288 ഭൂരിപക്ഷത്തിലാണ് ലോക്സഭ ബില്ല് പാസാക്കിയത്. ഇതിപ്പോൾ രാജ്യസഭയിലേക്ക് ബില്ല് എത്തിയിരിക്കുന്നു. അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇത് അവതരിപ്പിച്ചതിന് ശേഷം കിരൺ റിജിജു തന്നെയായിരിക്കും അവതരിപ്പിക്കുക. ഇന്നലെയും മന്ത്രി പറഞ്ഞിരുന്നത് ഈ ബില്ല് ഒരിക്കലും മുസ്ലിങ്ങൾക്ക് വിരുദ്ധമല്ല എന്നും ഈ വഖഫ് ഭൂമി അത് സംബന്ധിച്ചുകൊണ്ടുള്ള കൈകാര്യം ചെയ്യുന്ന നടപടിക്രമങ്ങൾ സുതാര്യമാക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ കേരളത്തിലെ മുനമ്പം വിഷയമടക്കം ഇന്നലെ ലോക്സഭയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏറെ ആകാംക്ഷയോടുകൂടി തന്നെ രാജ്യസഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് ഏറെ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കേണ്ടി വരും. ഒപ്പം തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെയും KC വേണുഗോപാൽ അടക്കം ഇതിൽ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഭാരതത്തെ വിഭജിക്കുകയാണ് ഈ ബില്ലിലൂടെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ സോണിയാഗാന്ധി ഇപ്പോൾ രാജ്യസഭയിൽ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ഇപ്പോൾ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. वो कमेटी किसने बनाया था सर? कांग्रेस सरकार ने कमेटी गठन किया, वक्त इंक्वायरी कमीशन बिठाया. कमीशन ने जब रिपोर्ट पेश किया, बहुत लंबा रिपोर्ट है, मैं जो यहाँ रेलेवेंट है उसको कोट करता हूँ. मिसयूज बाय मुतावलिस्ट and the inquiry committee called out the mutawalis misusing the authority and power and proposed 4 steps to be taken to improve the functioning of the waqf. ये सबसे पहले रिपोर्ट आया. उसके बाद में दूसरा जिक्र किया कि इतना केसेस वक्फ प्रॉपर्टी को लेकर के बना हुआ है, लिटिगेशन इतना ज्यादा लंबित है, इसको सरल करने के लिए सरकार को कदम उठाना चाहिए. उसके बाद सचर कमेटी बनी. सचर कमेटी का रिपोर्ट 2006 में पेश किया गया. उसका मुख्य अंश सचर कमेटी ने जो कहा, एक तो जो वक्फ बोर्ड है മന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ ബിൽ അവതരിപ്പിക്കുകയാണ്. ഇന്നലെ ലോക്സഭയിൽ വളരെ വിശദമായ ചർച്ച, ഏതാണ്ട് 2 മണിവരെയൊക്കെ അതിന്റെ നടപടിക്രമങ്ങൾ തുടർന്നിരുന്നു. രാജ്യസഭയിലും 8 മണിക്കൂർ ചർച്ചയാണ്. വൈകാൻ തന്നെയാണ് സാധ്യത. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ നിന്ന് രാജ്യസഭയിൽ സംസാരിക്കുന്നുണ്ട്. കേരള കോൺഗ്രസിന്റെ നിലപാട് ഒരുപക്ഷെ ആ ഘട്ടത്തിലായിരിക്കും വ്യക്തമാവുക. മറ്റ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക്. നിർണായകമായ വഖഫ് ബിൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കാത്തതും പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ എത്താത്തതും ചർച്ചയാകുന്നു. കോൺഗ്രസ് വിപ്പ് നൽകിയിട്ടും പ്രിയങ്ക ഗാന്ധി ഇന്നലെ ലോക്സഭയിൽ എത്തിയിരുന്നില്ല. അസുഖബാധിതയായ ബന്ധുവിനെ കാണാൻ പ്രിയങ്ക ഗാന്ധി വിദേശത്തേക്ക് പോയി എന്നാണ് വിവരം. ഇക്കാര്യം AICC അധ്യക്ഷനെയും ലോക്സഭാ സ്പീക്കറെയും അറിയിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു. പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കുമിടെ വഖഫ് നിയമ ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ എല്ലാ MPമാരും പങ്കെടുക്കണമെന്ന പ്രതിപക്ഷ പാർട്ടികൾ വിപ്പ് നൽകിയിരുന്നു. വിപ്പുണ്ടായിട്ടും ലോകസഭയിൽ അർദ്ധരാത്രി വരെ നീണ്ട ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തില്ല. പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യത്തെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും വിശദീകരണം നൽകിയിട്ടില്ല. ഗൗരവമായ കാര്യങ്ങൾക്കല്ലാതെ ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കുന്നത് ഉത്കണ്ഠയുണ്ടാക്കുന്നുവെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. മധുരയിൽ സമ്മേളനം നടക്കുമ്പോൾ അത് ഒഴിവാക്കിയാണ് എത്തിയതെന്നും ജോൺ ബ്രിട്ടാസ്. പ്രത്യേകിച്ച് ഗൗരവമായിട്ടുള്ള കാരണങ്ങളാലല്ലാതെ ആരെങ്കിലും വോട്ടെടുപ്പിൽ, അത് ഇന്ന വ്യക്തിയല്ല, ആരെങ്കിലും പ്രതിപക്ഷ നിരയിലെ ഒരാൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അത്
സ്വാഭാവികമായിട്ടും ഉത്കണ്ഠ സൃഷ്ടിക്കുന്നതാണ്. പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യത്തെക്കുറിച്ച് കെ രാധാകൃഷ്ണൻ എം പി പ്രതികരിച്ചില്ല. പ്രിയങ്ക ഗാന്ധി ഈ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അത് കൃത്യമായിട്ട് കണ്ടതല്ലേ നിങ്ങളൊക്കെ. ഞാനത് എന്റെ നാക്കുകൊണ്ട് പറയണ്ട. സഭ ആരംഭിച്ച് 1 മണിക്കൂറിലധികം വൈകിയാണ് രാഹുൽ ഗാന്ധി എത്തിയത്. വഖഫ് ബില്ലിന്മേലുള്ള ചർച്ചയിൽ സഭയിലുണ്ടായിട്ടും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പക്ഷേ സംസാരിച്ചില്ല. 24 ഡൽഹി. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. പ്രതിപക്ഷ എതിർപ്പുകൾക്കിടയിൽ രാത്രി 2 മണിക്ക് ബില്ല് പാസാക്കിയ നീക്കത്തെ സ്റ്റാലിൻ കടന്നാക്രമിച്ചു. ഒരു വിഭാഗത്തിന്റെയും അവകാശങ്ങളെ ഹനിക്കാൻ പാടില്ലെന്നും ബില്ലിനെതിരെ തമിഴ്നാട് ഒന്നിച്ചു പോരാടുമെന്നും സ്റ്റാലിൻ പറഞ്ഞു. കറുത്ത ബാഡ്ജ് അണിഞ്ഞാണ് മുഖ്യമന്ത്രിയും DMK അംഗങ്ങളും ഇന്ന് നിയമസഭയിലെത്തിയത്. നേരത്തെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. വഖഫ് ബിൽ നിയമമാകുന്നതോടെ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് കേന്ദ്ര സർക്കാർ വാദം തള്ളി UDF-ഉം CPI-എമ്മും. മുനമ്പത്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് കോൺഗ്രസും ലീഗും പറയുന്നു. ബിൽ നിയമമാകുന്നതോടെ മുനമ്പത്ത് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് BJP ആവർത്തിക്കുന്നത്. മുനമ്പം ഭൂമി പ്രശ്നത്തിന് പരിഹാരം കാണാൻ വഖഫ് നിയമത്തെ അനുകൂലിക്കണമെന്ന BJP-യുടെയും കത്തോലിക്ക സഭയുടെയും വാദത്തെ ഇവ തമ്മിൽ ബന്ധമില്ലെന്ന വാദമുയർത്തിയാണ് CPI-എമ്മും UDF-ഉം പ്രതിരോധിക്കുന്നത്. വഖഫ് ബില്ല് എങ്ങനെയാണ് മുനമ്പം ജനതയെ സഹായിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നാണ് UDF പറയുന്നത്. ബില്ല് പാസായി എന്ന് കരുതി മുനമ്പം വിഷയം പരിഹരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇപ്പോൾ പാസ്സാക്കപ്പെടാൻ പോകുന്ന ഈ വഖഫ് ബില്ല് എങ്ങനെയാണ് മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കുന്നതെന്ന് കൂടി പറയുന്ന ആളുകൾ വ്യക്തമാക്കിയാൽ നല്ലതായിരിക്കും. ഊടുവഴികളിലൂടെ വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് വഖഫ് ബില്ലെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തുന്നു. മുനമ്പത്ത് പ്രശ്നപരിഹാരമുണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാർ. ചില ഊടുവഴികളിലൂടെ വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും അതിനെ കാണുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വഖഫ് ചെയ്യുക, അതുപോലെ തന്നെ സംരക്ഷിക്കുക എന്നുള്ളത് മതപരമായിട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഗവൺമെന്റ് അതിനോടൊപ്പമാണ് നിൽക്കേണ്ടത്. മുനമ്പവുമായി ബന്ധപ്പെട്ട ഒന്നും വഖഫ് ബില്ലിൽ ഇല്ലെന്നാണ് CPI-എം പ്രതികരണം. ഹിന്ദു രാഷ്ട്രത്തിലേക്ക് നീങ്ങുന്നതിനുള്ള ശ്രമമാണ് ബില്ലിനു പിന്നിലെന്ന് CPI-എം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഹിന്ദുത്വ രാജ്യം, ഒരു മതരാഷ്ട്രം, ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നീക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ അണിയറ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകൃതമായ സ്വേച്ഛാധിപത്യപരമായ നിലപാടിലേക്കാണ് ഈ രാജ്യത്ത് നീക്കാൻ BJP സംഘപരിവാർ വിഭാഗം RSSന്റെ അതാണ് ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്നത്. വഖഫ് ബിൽ നിയമമാകുന്നതോടെ മുനമ്പം ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് ആവർത്തിക്കുകയാണ് BJP. മുനമ്പത്തെ ജനങ്ങളുടെ അവരുടെ അവകാശം, അവരുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈ ബില്ല് പാസ് ചെയ്ത ഉടനെ അവർക്ക് ആ അവകാശം കിട്ടും എന്ന് അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ബില്ലിനെ അനുകൂലിക്കണമെന്ന് കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടെങ്കിലും UDF-ഉം LDF-ഉം ബില്ലിനെ ശക്തമായി എതിർക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയതിനെ സ്വാഗതം ചെയ്ത് മുനമ്പം ഭൂസംരക്ഷണ സമിതിയും കത്തോലിക്ക സഭയും. ബില്ലിനെ എതിർത്തവരുടെ നിലപാട് വേദനാജനകമെന്നും വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് പ്രതികരിച്ചു. ബിൽ പാസ്സായതിന് പിന്നാലെ പുലർച്ചെ മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതി പടക്കം പൊട്ടിക്കുകയും ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തു. ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബിൽ പാസ്സായത് ആഘോഷത്തോടെയാണ് മുനമ്പം ജനത സ്വീകരിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു മുനമ്പത്ത് ആഘോഷങ്ങൾ ആരംഭിച്ചത്. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കാണുന്നു. മുനമ്പം ജനതയോടൊപ്പം നിന്ന ഓരോ ഇന്ത്യൻ പൗരനും, ഇന്ത്യയുടെ വിജയം ആഗ്രഹിച്ച ഓരോ ഇന്ത്യൻ പൗരനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ് ഈ നിമിഷത്തിൽ. അദ്ദേഹം എമ്പുരാനോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ തമ്പുരാനോട് സംസാരിച്ചു. തമ്പുരാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട്. ലോക്സഭയിൽ ബില്ല് പാസ്സായത് മുനമ്പം ജനതയ്ക്ക് ആശ്വാസമെന്ന് സീറോ മലബാർ സഭ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര വ്യക്തമാക്കി. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സഭ പ്രത്യക്ഷ പിന്തുണ നൽകില്ല. വലിയ ഒരു ആശ്വാസമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ വഖഫ് നിയമത്തിന്റെ ഭേദഗതി നമ്മൾ അനുകൂലിക്കുന്നു, പിന്തുണയ്ക്കുന്നു എന്ന് കരുതി ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നണികൾക്കോ ഉള്ള ഒരു പിന്തുണയായി ആരും വ്യാഖ്യാനിക്കരുത്. അതേസമയം വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ എതിർത്തവരുടെ നിലപാട് വേദനാജനകമെന്ന് കത്തോലിക്ക കോൺഗ്രസും പറഞ്ഞു. വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. നമ്മളുടെ പക്ഷത്ത് നിൽക്കാതെ നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്ന് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ ആ ആൾക്ക് വോട്ട് ചെയ്യാൻ അവർ നിൽക്കുമോ? ഇതേ സംഭവം അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്ന് രാജ്യസഭയിൽ കൂടി ബില്ല് പാസ്സായി കഴിഞ്ഞാൽ മുനമ്പം സമരം ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ വിവിധ സംഘടനകൾ ചർച്ചകൾക്ക് തുടക്കം കുറിക്കും.
എസ് ശ്യാംകുമാർ, 24, കൊച്ചി. വഖഫ് ബോർഡിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ കക്ഷി ചേരാനുള്ള മുനമ്പം നിവാസികളുടെ അപേക്ഷയിൽ വിധി ഈ മാസം 7-ന്. കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലാണ് കേസ് പരിഗണിച്ചത്. നിലവിലെ ഹർജിയിൽ കക്ഷി ചേരാതെ പ്രത്യേക ഹർജി നൽകണമെന്നാണ് മറുഭാഗത്തിന്റെ വാദം. ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ, വഖഫ് ബോർഡ്, ഫറൂഖ് കോളേജിന് ഭൂമി നൽകിയ സിദ്ദിഖ് സേട്ടിന്റെ കുടുംബം എന്നിവരാണ് മറുവാദം ഉന്നയിച്ചത്. ലോക്സഭയിൽ തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച അനുരാഗ് ഠാക്കൂർ ഖേദം പ്രകടിപ്പിക്കണം. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അനുരാഗ് ഠാക്കൂറിന്റെ പ്രസ്താവന തന്റെ വ്യക്തിത്വത്തിന് മങ്ങലേൽപ്പിച്ചു. തനിക്കെതിരായ ആരോപണം തെളിഞ്ഞാൽ രാജിവെക്കുമെന്നും ഖാർഗെ പറഞ്ഞു. കർണാടകയിലെ അഴിമതി കേസുകളിൽ ഖാർഗെയുടെ പേരും പുറത്തുവരും എന്നായിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ ലോക്സഭയിലെ പ്രസംഗം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർ ഉൾപ്പെടെ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയുണ്ടായ ബജ്റംഗ് ദൾ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തം. ആക്രമണത്തിനെതിരെ പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. സംഭവത്തിൽ കർശന നടപടി വേണമെന്ന് CBCI ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ചയായിരുന്നു ജബൽപൂർ ലത്തീൻ അതിരൂപതയിലെ പുരോഹിതർക്കും വിശ്വാസികൾക്കും നേരെ മതപരിവർത്തനം ആരോപിച്ച് ആക്രമണമുണ്ടായത്. തിങ്കളാഴ്ച രാവിലെ ഗോത്രവർഗ മേഖലയായ മാണ്ഡ്ലയിൽ നിന്നുള്ള തീർത്ഥാടകർ ജബൽപൂരിലെ കത്തീഡ്രൽ പള്ളിയിലടക്കം വിവിധ പള്ളികളിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ ഓംതിയിലാണ് ബജ്റംഗ് ദൾ പ്രവർത്തകരുടെ ആക്രമണം. വിവരമറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തിയ അതിരൂപത വികാരി ജനറൽ ഫാദർ ഡേവിസ് ജോർജ്, രൂപത പ്രൊക്യൂറേറ്റർ ഫാദർ ജോർജ് തോമസ് എന്നിവരെ 50ഓളം വരുന്ന സംഘം പിടിച്ചു തള്ളുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. ആക്രമണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ നോട്ടീസ് നൽകി. ഈ കഴിഞ്ഞ ഒരു കൊല്ലം മാത്രമായിട്ട് 753 ദേവാലയങ്ങളാണ്, ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് ആക്രമിക്കുന്നത്. ഇത് കൃത്യമായ അജണ്ടയാണ്. ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഭീഷണിപ്പെടുത്തി, വിരട്ടി, ആക്രമിച്ച് അവരുടെ സ്ഥാപനങ്ങളിൽ കയ്യേറ്റം ചെയ്തതിനു വേണ്ടിയുള്ള അജണ്ടകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെയ്യപ്പെടുന്ന റിപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങൾക്കൊന്നും നടപടിയെടുക്കാത്തതുകൊണ്ട് ഓരോ ദിവസം കഴിയുന്നതും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചയ്ക്ക് അനുമതി നൽകാത്തതിൽ സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ആക്രമണത്തെ CBCI അപലപിച്ചു. ശക്തമായ നടപടിയുണ്ടാകണമെന്ന് സീറോ മലബാർ സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര. തീർത്ഥാടകരും അതുപോലെ വൈദികരുടെയും മേൽ ബജ്റംഗ് ദളിന്റെ 50ഓളം വരുന്ന പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതിന്റെ പേരിൽ പോലീസും ഗവൺമെന്റും കൃത്യതയോടുകൂടി അന്വേഷണം നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കണം. മതപരിവർത്തന നിരോധന നിയമത്തിന്റെ മറവിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കണമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പ്രതികരണം. ആന്റി കൺവേർഷൻ നിയമങ്ങളുടെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്ന വ്യവസ്ഥകൾ എന്താണെന്നുള്ള കാര്യം ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കണം. അതായത് പരാതിക്കാരൊന്നും വേണ്ട. ഒരു സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും വിദൂര കൂടിൽ നിന്ന് ആർക്ക് വേണേലും ആർക്കെതിരെയും പരാതി കൊടുക്കാം. പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം പിടിച്ച് നോൺ ബെയിലബിളായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആക്രമണത്തിൽ ജബൽപൂർ SP പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ജബൽപൂർ പോലീസ് അറിയിച്ചു. 24 ഡൽഹി. വേതന വർധന ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച നടത്തും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം 53ാം ദിവസം പിന്നിടുമ്പോഴാണ് 3ാം വട്ട മന്ത്രിതല ചർച്ച. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് പുറമെ മറ്റു ട്രേഡ് യൂണിയനുകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് വീണ ജോർജ് ആശാ വർക്കർമാരുമായി വീണ്ടും ചർച്ച നടത്തുന്നത്. ഇന്ന് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് ചർച്ച. സമരം ചെയ്യുന്ന ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് പുറമെ മറ്റ് ട്രേഡ് യൂണിയനുകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഓണറേറിയം കൂട്ടുന്നതും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതും അടക്കമുള്ള ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമെടുത്ത് ഉത്തരവിറക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്നാണ് സമരസമിതിയുടെ നിലപാട്. ഇതിനിടെ ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ CITU ആവശ്യപ്പെടില്ലെന്ന് എളമരം കരീം പ്രതികരിച്ചു. സാധാരണ നിലയിൽ ഒരു ട്രേഡ് യൂണിയൻ ഒരു സമരത്തിലേക്ക് പോകുമ്പോൾ സഹപ്രവർത്തകരുമായി കൂടിയാലോചിക്കാറുണ്ട്. ഏത് വിധത്തിലാണ് ഇതിന് പരിഹാരം കാണേണ്ടത് എന്നൊരു ആശയവിനിമയം നടത്താറുണ്ട്. അങ്ങനെ ഒരു ആശയവിനിമയം അവരുമായി നടത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അവർ ഒരു ട്രേഡ് യൂണിയൻ നടത്തുന്ന സമരത്തിൻ്റെ രീതിയല്ല അതിനുള്ളത്. ആശാ വർക്കേഴ്സിന്റെ സമരത്തോട് പോസിറ്റീവ് സമീപനം എടുക്കേണ്ടത് സമരക്കാരാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അവരാണ് പോസിറ്റീവാണോ ഇല്ലയോ തീരുമാനിക്കേണ്ടത്. ആര് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത്. അതിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള
ഒളിച്ചുകളി നടത്തേണ്ട യാതൊരു കാര്യമില്ല. അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനനുസരിച്ച് കേരള ഗവൺമെന്റ് ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നു. മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം 53-ാം ദിവസവും നിരാഹാര സമരം 15-ാം ദിവസത്തിലേക്കും കടന്നു. നേരത്തെ നടന്ന ഉദ്യോഗസ്ഥതല മന്ത്രിതല ചർച്ചകൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. ചെങ്കടലായി മധുര. CPIM പാർട്ടി കോൺഗ്രസിൽ പൊതുചർച്ചകൾ ആരംഭിച്ചു. പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിനെ പൂർണ്ണമായും കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ പിന്തുണച്ചു. പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന ഫെഡറലിസം ഇന്ത്യയുടെ ശക്തി എന്ന സെമിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും പങ്കെടുക്കും. ബൽറാം നെടുങ്ങാടി മധുരയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, സമ്മേളനത്തിൽ ഇന്ന് എന്തൊക്കെയാണ് നടപടിക്രമങ്ങളുടെ ഭാഗമായി നടക്കുന്നത്? ഇപ്പോൾ നടക്കുന്ന ചർച്ചകളുടെയൊക്കെ ഒരു ആകത്തുക, ഒരു പൊതു സ്വഭാവം എന്താണ്? വിജയകുമാർ, പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള കഴിഞ്ഞ ദിവസം വൈകിട്ട് പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച കരട് രാഷ്ട്രീയ പ്രമേയം, അവലോകന രേഖ എന്നിവയിലുള്ള ചർച്ചകളാണ്, പൊതു ചർച്ചകളാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് രാവിലെ 10 മണി മുതൽ ഈ വൈകിട്ട് 5 മണി വരെ ഈ ചർച്ചകൾ തുടരും. പ്രധാനമായും ഈ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ പ്രത്യേക സമയം അനുവദിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാന ഘടകങ്ങളും ഈ ഘടകങ്ങൾക്കായി സംസാരിക്കേണ്ട പ്രതിനിധികളെയും തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നും 8 പേരെയാണ് ഈ ചർച്ചകൾക്കായി, പൊതുചർച്ചകൾക്കായി സംസാരിക്കാനായി നിയോഗിച്ചിരിക്കുന്നത്. അതിൽ ഒരാൾ മാത്രമാണ് ഇതുവരെയും സംസാരിച്ചിരിക്കുന്നത്. KK രാഗേഷാണ് കേരളത്തിന് വേണ്ടി ഇന്ന് രാവിലെ ഈ പാർട്ടി കോൺഗ്രസിൽ സംസാരിച്ചത്. പ്രധാനമായും പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച കരട് രാഷ്ട്രീയ പ്രമേയത്തെയും അവലോകന രേഖയെയും പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് കേരളം സ്വീകരിച്ചിരിക്കുന്നത് ഈ ചർച്ചയിൽ. ഒപ്പം തന്നെ KK രാഗേഷ് ഉയർത്തിയ ഒരു വിഷയം എന്നുള്ളത് കേരളത്തിലെ വികസന നേട്ടങ്ങൾ എന്നുള്ളതാണ്. കഴിഞ്ഞ 2 LDF സർക്കാരിന്റെ വികസനം, അത് രാജ്യവ്യാപകമായ പ്രചരണം നടത്തണം. പാർട്ടി ആ പ്രചരണം ഏറ്റെടുക്കണം. ഒരു ബദൽ മാർഗം ആണ് ഈ കേരളത്തിൻ്റെത് എന്ന ചർച്ച ആക്കണം ദേശീയ തലത്തിൽ എന്നുള്ള ആവശ്യം, എന്നുള്ള നിർദ്ദേശമാണ് KK രാഗേഷ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇനി ചർച്ചയിൽ കേരളത്തിൽ നിന്നും പങ്കെടുക്കാനുള്ളത് TN സീമയാണ്. അല്പസമയത്തിനകം തന്നെ TN സീമ സംസാരിക്കും. അതേസമയം ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ബംഗാളിലെ പാർട്ടിയുടെ സാഹചര്യം, അത് നിലവിൽ ഇപ്പോഴും വലിയ പ്രതിസന്ധിയിലൂടെയാണ് പാർട്ടി കടന്നുപോകുന്നത് സംസ്ഥാനത്ത് എന്നാണ് ബംഗാളിൽ നിന്നും സംസാരിച്ച അംഗം വ്യക്തമാക്കിയത്. എന്നാൽ ഒരു പുതിയ ജീവൻ നൽകാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പുതുമുഖങ്ങളെ പാർട്ടിയിൽ കൂടുതലായി കൊണ്ടുവരികയും നേതൃസ്ഥാനങ്ങൾ നൽകുകയും ചെയ്തതിലൂടെ പാർട്ടിയുടെ ഒരു പുനരുദ്ധാരണത്തിനുള്ള ശ്രമമാണ് നടത്തിയത് എന്നും, എന്നാൽ പാർട്ടിക്ക് അവിടെ തിരിച്ചുവരവിന് സമയമെടുക്കും എന്നുമുള്ള ഒരു സമീപനമാണ് ബംഗാൾ ഘടകം ഈ പാർട്ടി കോൺഗ്രസിൽ സംസാരിച്ച ബംഗാളിൽ നിന്നുള്ള പ്രതിനിധി സംസാരിച്ചത്. മറ്റ് സംസ്ഥാന ഘടകങ്ങൾ സംസാരിച്ചു വരികയാണ്. ഇന്നും നാളെ ഉച്ചവരെയും ഈ ചർച്ചകൾ തുടരും. അതിനുശേഷം നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചർച്ചകൾക്ക് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മറുപടി പറയുക. അതേസമയം ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഫെഡറലിസം ഇന്ത്യയുടെ ശക്തി എന്ന വിഷയത്തിലുള്ള സെമിനാർ നടക്കുന്നുണ്ട്. ഈ പാർട്ടി കോൺഗ്രസ് വേദിയിൽ തന്നെയാണ്, സീതാറാം യെച്ചൂരി നഗറിൽ തന്നെയായിരുന്നു നേരത്തെ ഈ സെമിനാർ നിശ്ചയിച്ചിരുന്നത് എങ്കിലും ഈ മധുരയിൽ മോശം കാലാവസ്ഥയെ തുടർന്നാണ് ഇപ്പോൾ വേദി മാറ്റിയിരിക്കുന്നത്. സമീപത്ത് തന്നെയുള്ള രാജാ മുത്തയ്യ ഹാളിലേക്കാണ് നിലവിൽ ഇപ്പോൾ സെമിനാർ നിശ്ചയിച്ചിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, കൂടാതെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം K ബാലകൃഷ്ണൻ അടക്കമുള്ളവർ ഈ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കും. വിജയകുമാർ. മധുരയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. നേതൃസമിതികളിലെ അംഗത്വത്തിനുള്ള 75 വയസ്സ് പരിധിക്കെതിരെ CPM പാർട്ടി കോൺഗ്രസിൽ സംസ്ഥാന ഘടകങ്ങളുടെ നീക്കം. പ്രായപരിധി നിബന്ധന ഒഴിവാക്കണമെന്ന് കേരളം, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ് ചർച്ചയിൽ ആവശ്യമുയർന്നു. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാത്രം 7 നേതാക്കളാണ് 75 വയസ്സ് പൂർത്തിയാക്കി ഒഴിയാനിരിക്കുന്നത്. കണ്ണൂരിൽ ചേർന്ന 23-ാം പാർട്ടി കോൺഗ്രസാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ നേതൃസമിതികളിൽ അംഗമാകുന്നതിന് 75 വയസ്സെന്ന വ്യവസ്ഥ കൊണ്ടുവന്നത്. ഇത് ഗുണം ചെയ്തില്ലെന്ന അഭിപ്രായം CPIMൽ ശക്തമാണ്. കേരളത്തിൽ G സുധാകരൻ ഇക്കാര്യം പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. ഇത് പാർട്ടി കോൺഗ്രസ് വേദിയിലും ഉയർന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിനെ സംബന്ധിച്ച ഗ്രൂപ്പ് ചർച്ചയിലാണ് പ്രായപരിധി നിബന്ധന എടുത്തുകളയണമെന്ന ആവശ്യം ഉയർന്നത്. കേരളത്തിന്റെ ഗ്രൂപ്പ് ചർച്ചയിലും 4 പേർ ഈ ആവശ്യം ഉന്നയിച്ചു. പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള പാർട്ടി ഘടകങ്ങളുടെ ഗ്രൂപ്പ് ചർച്ചയിലും
സമാനമായ ആവശ്യം ഉയർന്നുവെന്നാണ് സൂചന. പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കാൻ ആളില്ലാത്ത അവസ്ഥയുണ്ടെന്നാണ് ബംഗാൾ ഘടകം ചൂണ്ടിക്കാട്ടുന്നത്. ബംഗാൾ സംസ്ഥാന സമ്മേളനത്തിലും ഈ വിമർശനം ഉയർന്നിരുന്നു. പാർട്ടി കോൺഗ്രസിലെ പൊതുചർച്ചകളിലും കേരളവും ബംഗാളും ആവശ്യത്തിൽ ഉറച്ചു നിന്നാൽ പ്രായപരിധി നിബന്ധനയിൽ പുനരാലോചനയ്ക്ക് നേതൃത്വം നിർബന്ധിതമായേക്കും. പക്ഷേ ഇതിനായി പാർട്ടിയുടെ ഭരണഘടന വീണ്ടും ഭേദഗതി ചെയ്യേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ 7 PB അംഗങ്ങളാണ് 75 വയസ്സ് പിന്നിട്ടിരിക്കുന്നത്. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സൂര്യകാന്ത് മിശ്ര, സുഭാഷിണി അലി, മണിക് സർക്കാർ, G രാമകൃഷ്ണൻ എന്നിവരാണ് പിണറായിയെ കൂടാതെ പ്രായപരിധി പിന്നിട്ടിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി പദത്തിൽ സീതാറാം യെച്ചൂരിക്ക് പകരക്കാരനെ കണ്ടെത്താൻ വിഷമിക്കുന്ന സാഹചര്യത്തിൽ ഇത്രയധികം നേതാക്കൾ ഒറ്റയടിക്ക് കളമൊഴിയുന്നത് പാർട്ടിക്ക് ദോഷകരമാകുമെന്നാണ് സംസ്ഥാന ഘടകങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേതൃസമിതികളിൽ ഇരിക്കുന്നതിന് പ്രായപരിധി മാത്രം മാനദണ്ഡമാക്കാതെ പരിചയസമ്പത്തും പ്രവർത്തനവും മാനദണ്ഡമാക്കണമെന്നാണ് സംസ്ഥാന ഘടകങ്ങൾ ആവശ്യപ്പെടുന്നത്. മധുരയിൽ നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം R. ശ്രീജിത്ത്, 24. CPIM PB അംഗങ്ങളുടെ പ്രായപരിധിയിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് PB അംഗം അശോക് ധാവളെ. പിണറായി വിജയന് ഇളവ് നൽകിയത് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. ആരൊക്കെ പോളിറ്റ് ബ്യൂറോയിൽ തുടരണമെന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നും അശോക് ധാവളെ 24-നോട് പറഞ്ഞു. The final decision on all that will be taken in the course of the party congress. Nothing has been decided finally. So we'll decide now in the party congress. By the end we will come to know. Last time he was exempted definitely. This time now we will take a decision collectively because he is still the chief minister. പാർട്ടി അംഗത്വത്തിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിൽ ആശങ്ക പ്രകടിപ്പിച്ച് CPM സംഘടനാ റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ വർഷം കേരളത്തിലെ കാൻഡിഡേറ്റ് മെമ്പർമാരിൽ 22.8% പേർ പൂർണ്ണ അംഗത്വത്തിലേക്ക് വരാതെ കൊഴിഞ്ഞുപോയി എന്നാണ് റിപ്പോർട്ട്. പ്രായപരിധിയുടെ പേരിൽ ഒഴിവാകുന്നവർക്ക് പാർട്ടി ഘടകവും കർമ്മമേഖലയും നിശ്ചയിച്ച് നൽകാത്ത സംഭവങ്ങൾ തിരുത്തണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 75 വയസ്സ് പ്രായപരിധി നിബന്ധനയിൽ നേതൃസമിതിക്ക് പുറത്തുപോയ നേതാക്കളെ അവഗണിക്കുന്നുവെന്ന് കേരളത്തിലടക്കം പരാതികളുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ സംഘടനാ റിപ്പോർട്ടിലെ പരാമർശങ്ങൾക്ക് പ്രത്യേക പ്രസക്തി കൈവരുന്നുണ്ട്. ഏതെങ്കിലും സംഭവത്തെ പ്രത്യേകമായി പറയുന്നില്ലെങ്കിലും പ്രായനിബന്ധനയിൽ ഒഴിവായ നേതാക്കൾക്ക് ഘടകവും കർമ്മമേഖലയും നിശ്ചയിച്ചു നൽകാത്ത പ്രശ്നമുണ്ടെന്ന് സംഘടനാ റിപ്പോർട്ട് സ്ഥിരീകരിക്കുകയാണ്. ഇത് തിരുത്തണമെന്നാണ് റിപ്പോർട്ടിലെ ആവശ്യം. സംസ്ഥാന സമിതികളിൽ പ്രത്യേക ക്ഷണിതാക്കൾ അധികമാകുന്ന പ്രവണതയ്ക്കെതിരെയും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ചില സംസ്ഥാന സമിതികൾ അനുവദനീയമായതിലും കൂടുതൽ ക്ഷണിതാക്കളുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി മാർഗനിർദ്ദേശം പാലിക്കണം. വിശിഷ്ട സേവനത്തിന്റെ ദീർഘകാല ചരിത്രമുള്ളവരെ മാത്രം ക്ഷണിതാക്കളാക്കിയാൽ മതിയെന്നാണ് റിപ്പോർട്ടിലെ നിർദ്ദേശം. പാർട്ടി അംഗത്തിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിനെ പറ്റിയും സംഘടനാ റിപ്പോർട്ട് ആശങ്ക പ്രകടിപ്പിക്കുന്നു. ചില സംസ്ഥാനങ്ങളിൽ കൊഴിഞ്ഞുപോക്ക് വളരെ കൂടുതലാണ്. 2024 കേരളത്തിലെ കാൻഡിഡേറ്റ് മെമ്പർമാരിൽ 22.8% പൂർണ്ണാംഗത്വത്തിലേക്ക് എത്താതെ കൊഴിഞ്ഞുപോയി. ഇക്കാര്യത്തിൽ കേരളത്തിന് മുന്നിലുള്ളത് തെലങ്കാന മാത്രമാണ്. പൂർണ്ണാംഗങ്ങളിലും കൊഴിഞ്ഞുപോക്കുണ്ട്. 7 സംസ്ഥാനങ്ങളിലെ കൊഴിഞ്ഞുപോക്ക് നിരക്ക് 6%. തമിഴ്നാട്ടിൽ 10% കൊഴിഞ്ഞുപോക്കിന്റെ നിരക്ക്. പാർട്ടി അംഗങ്ങളുടെ നിലവാരവും രാഷ്ട്രീയ ഉള്ളടക്കവും കുറയുന്നതിനൊപ്പം CPM നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്ക്. പാർട്ടിക്ക് ശക്തിയുള്ള കേരളത്തിൽ പോലും ഈ ഭീഷണി ഉണ്ട് എന്നതാണ് സംഘടനാ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. മധുരയിൽ നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം R. ശ്രീജിത്ത്, 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്യാൻ എക്സൈസ്. സിനിമാ താരങ്ങൾക്ക് ലഹരി കൈമാറി എന്ന മുഖ്യപ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുന്നത്. മുഖ്യപ്രതി തസ്ലീമ സുൽത്താനയെ കസ്റ്റഡിയിൽ വാങ്ങാൻ എക്സൈസ് ഉടൻ അപേക്ഷ നൽകും. 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്നാണ് എക്സൈസ് നൽകുന്ന സൂചന. കൊറിയർ വഴിയാണ് ഇവരുടെ പക്കൽ കഞ്ചാവ് ലഭിച്ചതെന്നാണ് മൊഴിയെങ്കിലും എക്സൈസ് ഇത് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. സമീപകാലത്ത് പിടികൂടുന്ന ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് കേസാണിതെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ S. വിനോദ് കുമാർ 24-നോട് പറഞ്ഞു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്തതിനു ശേഷം അതിൻ്റെ രാസപരിശോധനയ്ക്കുള്ള നടപടികൾ സ്വീകരിച്ചതിന് ശേഷം കേസ് അന്വേഷണം അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തി പ്രതിയെ നമ്മൾ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റ് പ്രതികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് എഗൻസ്റ്റായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. MDMA വിൽപ്പനക്കാർ പോലും അത് വിറ്റുകിട്ടുന്ന പണം കൊണ്ട് ഹൈബ്രിഡ് കഞ്ചാവ് വാങ്ങിയാണ് ഉപയോഗിക്കുന്നത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ലഹരി, സെക്സ് റാക്കറ്റുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളെ പറ്റിയുള്ള വിവരം ലഭിക്കുമെന്നും എക്സൈസ് കണക്കുകൂട്ടുന്നുണ്ട്. 24 ആലപ്പുഴ. കൊച്ചിയിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലടിച്ചു. ബസിന്റെ ചില്ലടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സംഭവം എറണാകുളത്ത് ഇടപ്പള്ളിയിലായിരുന്നു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്.
ശ്യാംകുമാർ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്യാമ, എന്തിനാണ് ഈ ബസ് ജീവനക്കാർ നടു റോഡിൽ ഇങ്ങനെ തമ്മിലടിച്ചത്? മാരകായുധങ്ങളൊക്കെയായി. വിജയകുമാർ, സമയക്രമത്തെ ചൊല്ലിയുള്ള വാക്കുതർക്കമാണ് ഈ ബസ് ജീവനക്കാർ തമ്മിലടിക്കുകയും ഒടുവിൽ കമ്പികൾ ഉപയോഗിച്ച് ബസിന്റെ ചില്ല് തല്ലി തകർക്കുകയും ചെയ്തത്. ഇടപ്പള്ളി ജംഗ്ഷനിൽ രാവിലെ 10 മണിക്ക് ഏറ്റവും തിരക്കേറിയ സമയത്തായിരുന്നു ഈ അക്രമം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതോടെ അവിടെ വലിയ ഗതാഗതക്കുരുക്കും ഉണ്ടായിരുന്നു. കലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് പറവൂർ റൂട്ടിലോടുന്ന മറ്റൊരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാരെ ആക്രമിക്കുകയും ബസിന്റെ ചില്ലുകൾ തല്ലി തകർക്കുകയും ചെയ്തത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഈ ബസ് ജീവനക്കാരോട് എളമക്കര സ്റ്റേഷനിൽ ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട കേസാണല്ലോ. മാരകായുധങ്ങളുണ്ട്, നടു റോഡിൽ മറ്റുള്ള യാത്രക്കാർക്കും വാഹനങ്ങൾക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി ഈ നിലയിൽ തമ്മിലടിക്കുക, ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണല്ലോ. പോലീസ് വിളിച്ച് താക്കീത് ചെയ്ത് വിട്ടയക്കുന്നത് കൊണ്ടാണല്ലോ ശ്യാം ഇത് ആവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവരെ ഈ നടു റോഡിൽ ഗുണ്ടായിസം കാണിക്കാൻ ഇങ്ങനെ അനുവദിക്കുന്നതാണല്ലോ പ്രശ്നം. അപ്പോൾ പോലീസ് കുറെ കൂടി ശക്തമായി ഇടപെടുമായിരിക്കും ഈ കേസിൽ, അല്ലേ? വിജയകുമാർ, സ്വാഭാവികമായിട്ടും പോലീസ് ഇത്തരം കേസുകളിൽ ഈ ജീവനക്കാരെ വിളിച്ചു വരുത്തുകയും അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും തുടർന്നൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയുമാണ് ഒരു നടപടിക്രമം. അതിനപ്പുറത്തേക്ക് ഒന്നും പോകാറില്ല. ഇന്ന് ഈ അക്രമം ഉണ്ടാകുമ്പോഴും സ്വകാര്യ ബസ്സിനുള്ളിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. അവർ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അവരെ ഇറങ്ങി ഓടുകയായിരുന്നു, ജീവനിൽ ഭയന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. കഴിഞ്ഞ തവണയും ഇതേപോലെ തന്നെ സംഭവം ഉണ്ടായി. പക്ഷേ പോലീസിന്റേതൊരു പേരിനുള്ള നടപടികളിൽ അവസാനിക്കുന്നതാണ് ഇത്തരം അക്രമവുമായിട്ട് മുന്നോട്ട് പോകാൻ ഈ സ്വകാര്യ ബസ് ജീവനക്കാരെ, ഒരു വിഭാഗം സ്വകാര്യ ബസ് ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഇന്നും ഇടപ്പള്ളിയിൽ സംഭവിച്ചത്. ഇതിൽ കൂടുതൽ നിയമ നടപടികളൊന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. യെസ്, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഈ ദൃശ്യങ്ങൾ എറണാകുളത്ത് ഇടപ്പള്ളിയിലാണ്. അവിടെ ബസ് ജീവനക്കാർ തമ്മിലടിച്ചു. സമയക്രമവുമായി ബന്ധപ്പെട്ട തർക്കമാണ്. അത് ഏറ്റുമുട്ടലിലേക്ക് കലാശിച്ചു. മാരകായുധങ്ങളൊക്കെയായി പരസ്പരം പോരടിക്കുന്ന ബസ് ജീവനക്കാരാണ്. സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്ത ആളുകളൊക്കെ ആ ബസ്സിൽ നിറങ്ങി ഓടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവത്തിൽ ചികിത്സാ പിഴവ് സമ്മതിച്ച ആരോഗ്യവകുപ്പ്. കുഞ്ഞിന്റെ മാതാവിന് ആദ്യ 3 മാസം നൽകിയ പ്രസവ ചികിത്സ തൃപ്തികരമല്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. അപകട സാധ്യത അറിയിക്കുന്നതിൽ പരാജയപ്പെട്ട 2 ഗൈനക്കോളജിസ്റ്റുകൾക്കെതിരെ നടപടിക്കും ശുപാർശയുണ്ട്. 2024 നവംബർ 8-നാണ് ആലപ്പുഴ ലജനത്ത് വാർഡിൽ അനീഷ് സുറുമി ദമ്പതികൾക്ക് അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു ജനിച്ചത്. വൈകല്യം തിരിച്ചറിയാൻ ഡോക്ടേഴ്സിന് കഴിഞ്ഞില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തി. മാസങ്ങൾ കഴിഞ്ഞിട്ടും റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെതിരെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പിന്നാലെയാണ് തപാൽ വഴി അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് സഹിതം അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി ഡെപ്യൂട്ടി സെക്രട്ടറി നൽകിയ മറുപടി അടക്കം കുടുംബത്തിന് കൈമാറിയത്. അപകട സാധ്യത സംബന്ധിച്ച് ആശയവിനിമയം നടത്തുന്നതിൽ 2 ഗൈനക്കോളജിസ്റ്റുകളും പരാജയപ്പെട്ടു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നൽകിയ ശുപാർശ സർക്കാർ പരിശോധിച്ചു വരികയാണ്. തിരുവനന്തപുരം SAT ആശുപത്രിയിലെ 75 ദിവസത്തെ ചികിത്സയിലും കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാനായില്ല. കുടുംബത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് കുഞ്ഞിനെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വീഴ്ച കണ്ടെത്തിയിട്ടും നടപടി വൈകുന്നുവെന്ന് കുഞ്ഞിന്റെ പിതാവ് അനീഷ്. അതായത് എന്റെ കുഞ്ഞിന്റെ കേസ് തീരുന്നത് വരെ സസ്പെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. കുഞ്ഞിന്റെ മാതാവിന്റെ സ്കാനിംഗ് നടത്തിയ ആലപ്പുഴയിലെ 2 സ്കാനിംഗ് കേന്ദ്രങ്ങൾ അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ആരോഗ്യവകുപ്പ് നേരത്തെ അടച്ചുപൂട്ടിയിരുന്നു. 24 ആലപ്പുഴ. വിവിധ രാജ്യങ്ങൾക്ക് പകരച്ചുങ്കം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26% നികുതി ചുമത്തും. ഈ മാസം 9 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇറക്കുമതി നികുതി ഇന്ത്യയുടെ GDP-യിൽ 0.7% കുറവുണ്ടാക്കുമെന്ന് IMF-ന്റെ വിലയിരുത്തൽ. My fellow Americans, this is Liberation Day, waiting for a long time. April 2nd, 2025 will forever be remembered as the day American industry was reborn, the day America's destiny was reclaimed, and the day that we began to make America wealthy again. ഇങ്ങനെയായിരുന്നു തുടക്കം. വർഷങ്ങളായി സുഹൃത്തുക്കളും ശത്രുക്കളുമായ എല്ലാ രാജ്യങ്ങളും അമേരിക്കയെ ചൂഷണം ചെയ്തു വളരുന്നു എന്ന ചിന്തയിലൂന്നിയായിരുന്നു ഓരോ പ്രഖ്യാപനവും. എല്ലാ രാജ്യങ്ങൾക്കും ബാധകമായ 10% അടിസ്ഥാന ഇറക്കുമതി തീരുവയിൽ തുടങ്ങി വിയറ്റ്നാമിനുള്ള 46% വരെയുള്ള നികുതി പട്ടികയാണ് പുറത്തിറക്കിയത്. കാര്യകാരണസഹിതമാണ് ഓരോ രാജ്യത്തിനും ചുമത്തുന്ന നികുതിയെ ട്രംപ് ന്യായീകരിച്ചത്. India, very, very tough, very, very tough. The Prime Minister just left. He's a great friend of mine, but I said, you're a friend of mine, but you're not treating us right. They charge us 52%. You have to understand, we charge them almost nothing for years and years and decades. And
ചൈനയ്ക്ക് 34%, ഇന്ത്യക്ക് 26%, യൂറോപ്യൻ യൂണിയന് 10%, ജപ്പാന് 24%, ദക്ഷിണ കൊറിയയ്ക്ക് 25%, ബ്രിട്ടന് 10%, തായ്ലൻഡിന് 36%, സ്വിറ്റ്സർലൻഡിന് 31%, ദക്ഷിണാഫ്രിക്കയ്ക്ക് 30% എന്നിങ്ങനെ പോകുന്നു പ്രത്യേക നികുതി പട്ടിക. ചെമ്പ്, സ്വർണം, വെള്ളി എന്നിവയെ പകരച്ചുങ്കത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇനി നികുതിയിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ അതിനുള്ള വഴിയും ട്രംപ് തന്നെ പറഞ്ഞു തരുന്നു. അമേരിക്കയിൽ ഉൽപാദനം നടത്തിയാൽ വിദേശ കമ്പനികൾക്ക് 10 പൈസ നികുതി നൽകാതെ ചരക്ക് വിൽക്കാമെന്നാണ് ട്രംപിന്റെ പകരച്ചുങ്ക ചട്ടം പറയുന്നത്. പുതിയ നയം അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുമെന്ന് ഒരു വിഭാഗം വിദഗ്ധർ അഭിപ്രായപ്പെടുമ്പോൾ ആഗോള വ്യാപാരത്തിൽ $600 കോടി നഷ്ടം വരുമെന്ന് മറുവിഭാഗവും പറയുന്നു. ബിസിനസ് ഡെസ്ക് 24. അതേസമയം ട്രംപിന്റെ പകരച്ചുങ്കം ഇന്ത്യൻ ഓഹരി വിപണികളെ കാര്യമായി ബാധിച്ചില്ല. 1% ഇടിവിൽ വ്യാപാരം ആരംഭിച്ച ഇന്ത്യൻ വിപണികൾ പിന്നീട് നഷ്ടം 0.3% കുറച്ചു. ഔഷധങ്ങളെ പകരച്ചുങ്കത്തിൽ നിന്ന് ഒഴിവാക്കിയതിനാൽ ഫാർമ ഓഹരികൾ നേട്ടമുണ്ടാക്കുകയാണ്. നിഫ്റ്റി ഫാർമ സൂചിക 5% ഉയർന്നപ്പോൾ IT ഓഹരികൾ നഷ്ടം നേരിട്ടു. അനിശ്ചിതത്വങ്ങൾക്കിടെ താരതമ്യേന സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തെ കാണുന്നത് സ്വർണ്ണവിലയെ വീണ്ടും റെക്കോർഡിലെത്തിച്ചു. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് $3,200 സംസ്ഥാനത്ത് പവന് 400 രൂപ കൂടി 68,480 രൂപയും ഗ്രാമിന് 8,560 രൂപയുമാണ് ഇന്നത്തെ വില. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിൽ വിവാദം കൊഴുക്കുന്നതിനിടെ നിർണായക തീരുമാനവുമായി സുപ്രീം കോടതി ജഡ്ജിമാർ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തും. ഫുൾ കോർട്ട് യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. സുപ്രീം കോടതിയിലെ 33 സിറ്റിംഗ് ജഡ്ജിമാരും സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്താനാണ് തീരുമാനം. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കൂടിയാണിത്. ഈ മാസം 1 ചേർന്ന ഫുൾ കോർട്ട് യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം പാസാക്കിയത്. ഭാവിയിലും ഈ നടപടി തുടരും. ജുഡീഷ്യൽ സംവിധാനങ്ങളുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിന് കൂടിയാണ് നിർണായക തീരുമാനമെടുത്തത്. ജസ്റ്റിസ് യശ്വന്ത് ശർമ്മയുടെ വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിന് പിന്നാലെ ജുഡീഷ്യറിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. ജുഡീഷ്യറിയുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. നിലവിലെ തീരുമാനപ്രകാരം ജഡ്ജിമാർ അവരുടെ സ്വത്ത് വിവരങ്ങൾ കൃത്യമായി ബോധിപ്പിക്കണം. വിവരങ്ങൾ സുപ്രീം കോടതി ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. 24 ഡൽഹി. കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി വിപ്ലവഗാനം പാടിയതിൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഇത്തരം കാര്യങ്ങൾക്കല്ല ക്ഷേത്ര പരിസരമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് കേസെടുത്തോ എന്ന് കോടതി ചോദിച്ചു. സ്പോൺസർഷിപ്പ് അംഗീകരിക്കാനാവില്ല. സംഭവത്തിൽ കേസെടുക്കാത്തതിൽ കടക്കൽ പോലീസ് സ്റ്റേഷനിലെ SHO വിശദീകരണം നൽകണം. ക്ഷേത്ര പരിസരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. പരിപാടിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ചാലക്കുടി നഗരത്തിൽ ഇറങ്ങിയ പുലിയെ മയക്കുവെടി വെക്കാൻ തീരുമാനം. തൃശൂർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയ സംഭവത്തെ നിസ്സാരവൽക്കരിക്കരുതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ യോഗത്തിൽ പറഞ്ഞു. ഇന്നലെയും ചാലക്കുടി പുഴയോട് ചേർന്ന ഭാഗത്ത് പുലി എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നത്. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി 3 ആഴ്ച പിന്നിടുമ്പോൾ വിഷയത്തെ നിസ്സാരവൽക്കരിക്കരുതെന്ന് ജനപ്രതിനിധികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇതോടെ പുലിയെ കണ്ടാൽ ഉടൻ തന്നെ മയക്കുവെടി വെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പുലിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മയക്കുവെടി വെക്കാനുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള 3 ഡോക്ടേഴ്സ് നമ്മുടെ ഇവിടെ റെഡിയാണ്. പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ മേഖലയിൽ നിലവിൽ 69 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനാണ് തീരുമാനം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് തെരച്ചിൽ ഊർജിതമാക്കാനും കൂടുതൽ ടീമിനെ ഉപയോഗിച്ച് ചെയ്യാനും അതോടൊപ്പം തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 4 കൂടുകൾ സ്ഥാപിച്ചതിന് പുറമെ കൂടുതൽ കൂടുകളും സ്ഥാപിക്കും. പുഴയിൽ കുളിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 തൃശൂർ. വയനാട് സുൽത്താൻ ബത്തേരി ടൗണിൽ പുലി ഇറങ്ങി. താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള റോഡിലാണ് പുലി എത്തിയത്. ഇന്നലെ പുലർച്ചെയാണ് പള്ളിയിലേക്ക് വന്നിരുന്ന ഡോക്ടർ സുബൈർ പുലിയെ കണ്ടത്. റോഡ് മുറിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു. ഇന്നലെ രാവിലെ പ്രദേശത്തെ പറമ്പുകളിൽ കാൽപ്പാടുകളും കണ്ടു. രാത്രിയിലാണ് CCTV ദൃശ്യം പുറത്തു വന്നത്. കാൽപ്പാടുകൾ അസ്വാഭാവികമായിട്ട് കണ്ടു. പുലി എന്ന് പറഞ്ഞപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിച്ചപ്പോൾ കുറച്ച് വലിയ കാൽപ്പാടുകളാണ് കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ഇവിടെയുള്ള CCTV ഉള്ള ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യണമെന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് തിരക്കിലായതുകൊണ്ട് ഒരു 5 മണിക്ക് ശേഷം ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് പറയാനാണ്. 5 മണിക്ക് ശേഷം അവർ ചെക്ക് ചെയ്തപ്പോഴാണ് ഇത് പുലിയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം വരുന്നത്. അപ്പോഴാണിത് വലിയ ആശങ്കയായിട്ട് നമുക്ക് മാറിയത്.
ജനവാസ കേന്ദ്രമാണ് ഇവിടം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, താലൂക്ക് ആശുപത്രിയും. ഇതോടെ ആളുകൾക്ക് ആശങ്ക ഏറുകയാണ്. റെസിഡൻസ് ഏരിയയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയാണ്. കാരണം ഇവിടെ കുട്ടികൾ രാവിലെ മദ്രസയിലേക്ക് പോകുന്ന പിള്ളേരൊക്കെ ഉണ്ട്. 6 മണിക്ക് മദ്രസയിലേക്ക് പോകുന്ന പിള്ളേരുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്കൂള്, പിന്നെ ഹോസ്പിറ്റല്, അങ്ങനെയെല്ലാം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത്. അപ്പം ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയും കൂടി ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ്. പ്രദേശത്ത് ഇന്നലെ രാത്രി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മേഖലയിലെ പൊന്തക്കാടുകളിലോ കൃഷിയിടങ്ങളിലോ പുലി മറഞ്ഞിരിക്കുന്നുണ്ടാകുമോ എന്നാണ് ആശങ്ക. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന കർശനമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. 24 വയനാട്. മൂന്നാർ തെന്മല എസ്റ്റേറ്റിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. 9ാം മൈൽ ഡിവിഷനിലാണ് 5 ആനകൾ തമ്പടിച്ചിരിക്കുന്നത്. 2 ദിവസമായി കാട്ടാനകൾ പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചതായി നാട്ടുകാർ പറഞ്ഞു. ദ്രുതകർമ്മസേന അടിയന്തരമായി എത്തി ആനകളെ തുരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സുഹൃത്ത് സുഗാന്ത് സുരേഷിനെ കണ്ടെത്താനാകാതെ പോലീസ്. ലൈംഗിക ചൂഷണം ഉണ്ടായി എന്ന പരാതി ലഭിച്ചിട്ടും സുഗാന്തിനെതിരെ IBയും പോലീസും ഇനിയും നടപടിയെടുത്തിട്ടില്ല. കേസിൽ സുഗാന്ത് സുരേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ലൈംഗിക ചൂഷണം, സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയവയുടെ തെളിവുകൾ IB ഉദ്യോഗസ്ഥയുടെ കുടുംബം പോലീസിന് കൈമാറിയിരുന്നു. ലൈംഗിക ചൂഷണമടക്കം നടന്നു എന്ന പരാതി ലഭിച്ചിട്ടും സുഗാന്തിനെതിരെ IBയും പോലീസും ഇനിയും നടപടി സ്വീകരിച്ചിട്ടില്ല. സുഗാന്ത് IB ചട്ടങ്ങൾ ലംഘിച്ച് ഒളിവിൽ തുടരുന്നതായാണ് വിവരം. അവധിക്ക് പോകുന്ന ഉദ്യോഗസ്ഥൻ ലീവ് അഡ്രസ് നൽകണമെന്ന ഇന്റലിജൻസ് ബ്യൂറോയിൽ ചട്ടമുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ബന്ധപ്പെടാനാണ് ഇത്. എന്നാൽ അവധി അപേക്ഷയോ ലീവ് അഡ്രസ്സോ ഇല്ലാതിരുന്നിട്ടും സുഗാന്തിന്റെ കാര്യത്തിൽ തുടർ നടപടികൾ ഇല്ല. അതേസമയം നടപടികൾ ഇഴഞ്ഞു നീങ്ങിയാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിക്കാനാണ് IB ഉദ്യോഗസ്ഥയുടെ കുടുംബത്തിന്റെ തീരുമാനം. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന കാര്യവും കുടുംബത്തിന്റെ പരിഗണനയിലുണ്ട്. നിലവിൽ സുഗാന്തിനെതിരെ കേസെടുത്തിട്ടില്ലെങ്കിലും ഇയാൾ രാജ്യം വിടുന്നത് ഒഴിവാക്കാൻ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് സർക്കുലർ നൽകിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ ഫോണിൽ വിളിച്ച് താക്കീത് ചെയ്ത ഓങ്ങല്ലൂർ പഞ്ചായത്ത് മുൻ സെക്രട്ടറി V ജഗദീഷ് സർക്കാരിന്റെ സ്ഥിരം നോട്ടപ്പുള്ളി. പട്ടിത്തറ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിരിക്കെ പദ്ധതി വിഹിതത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിനാണ് V ജഗദീഷിനെ വകുപ്പ് നേരത്തെ സസ്പെൻഡ് ചെയ്തത്. ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ചു മൊന്ത പൊളിക്കും. ആയിക്കോട്ടെ, നേരിട്ട് കാര്യം നിനക്ക് അറിയാൻ ഇവിടെ നിയമസഭയിലായതുകൊണ്ട് ഈ വർത്തമാനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിക്കാൻ വന്നിട്ട് നേരെ മോന്തയ്ക്ക് 2 തന്നിട്ടേ സംസാരിക്കുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയായ V ജഗദീഷിനെ പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ ഫോണിൽ വിളിച്ച് മോന്ത അടിച്ചു പൊളിക്കുമെന്ന് പറയുന്ന ശബ്ദരേഖ പുറത്തു വന്നത്. MLAയുടെ സഹോദരിയെ പഞ്ചായത്ത് സെക്രട്ടറി അപമാനിച്ചതിന്റെ പേരിലായിരുന്നു താക്കീത്. പിന്നീടുള്ള വിശദീകരണത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് മുഹമ്മദ് മുഹസിൻ പറഞ്ഞിരുന്നു. V ജഗദീഷ് പട്ടിത്തറ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിരിക്കെ പദ്ധതി വിഹിതത്തിൽ നിയമപരമല്ലാതെ ഇടപെട്ടതിനും സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിനും സസ്പെൻഷനിലായി എന്നാണ് രേഖകൾ പറയുന്നത്. ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. വിവിധയിടങ്ങളിൽ അപേക്ഷ നൽകിയും അപ്പീൽ നൽകിയും 399 ദിവസങ്ങൾക്ക് ശേഷമാണ് ഉത്തരവ് റദ്ദ് ചെയ്തത്. ഇതിൽ പറയുന്നതാകട്ടെ മുൻപ് ഈ കുറ്റത്തിന് തന്നെ സസ്പെൻഷൻ നടപടി നേരിട്ടതിനാൽ പുതിയ നടപടി വേണ്ടെന്നാണ്. നിലവിൽ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റിയ ഉത്തരവിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിച്ച V ജഗദീഷ് ഉത്തരവ് മരവിപ്പിച്ചിട്ടുണ്ട്. തനിക്കെതിരായ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള നടപടിയെന്നാണ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് മുൻ സെക്രട്ടറി V ജഗദീഷിന്റെ വിശദീകരണം. ശ്രീകുമാരൻ, 24, പാലക്കാട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ലഹരിക്കെതിരെ പോരാട്ടത്തിനിറങ്ങി മൈജി ജീവനക്കാരുടെ നേതൃത്വത്തിൽ പടയോട്ടം എന്ന പേരിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടം നടന്നു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിചേരുകയാണ് മൈജി ജീവനക്കാരും. പടയോട്ടം എന്ന പേരിൽ കൂട്ടയോട്ടം നടത്തിയാണ് ലഹരിക്കെതിരായ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നത്. പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നിന്നാണ് പടയോട്ടം ആരംഭിച്ചത്. മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ AK ഷാജി കൂട്ടയോട്ടത്തിന് നേതൃത്വം നൽകി. ചടങ്ങിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ M സുഗുണൻ മുഖ്യാതിഥിയായി. കേരളീയ സമൂഹത്തിലെ യൗവനവും കൗമാരവും എല്ലാം തന്നെ ലഹരി വസ്തുക്കൾക്ക് അടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നേരിടുന്ന ഈ പ്രശ്നത്തെ എക്സൈസിനൊപ്പവും
പോലീസിനൊപ്പവും മറ്റ് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കൊപ്പവും നിന്നുകൊണ്ട് അതിനെ അവിടെ പിന്തുണ, ഞങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനത്തിന് നിങ്ങളുടെ പിന്തുണ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഇത് ഞങ്ങൾക്ക് തന്നെ വളരെയധികം സന്തോഷവും ഒക്കെ തന്നെ ഉത്സാഹവും തരുന്നതാണ്. പടയോട്ടം കേരളം മുഴുവൻ വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നമ്മൾ ഇന്ന് കേരളത്തിലെ 126 ഷോറൂമുകളും ഞങ്ങൾ ഈ പടയോട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. അതായത് ലഹരിക്കെതിരെ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായ നമ്മുടെ ഭാവി തലമുറയെ ഒന്നടങ്കം ഇല്ലാതാക്കുന്ന ഈ ഒരു വിപത്തിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റോ മാത്രം ഉത്തരവാദിത്തമല്ല. ഓരോ ഇന്ത്യക്കാരനും, കേരളത്തിലെ ഓരോ കേരളീയനും ഇതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും മൈജി ജീവനക്കാർ ചൊല്ലി. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്യും. 24 കോഴിക്കോട്. സംസ്ഥാനത്തെ 14 ജില്ലകളിലും തെരഞ്ഞെടുത്ത 40 സർക്കാർ സ്കൂളുകളിൽ ആധുനിക കമ്പ്യൂട്ടർ ലാബുമായി 24ഉം കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും. SKN40 കേരള യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ കമ്പ്യൂട്ടർ ലാബുകൾ സ്ഥാപിക്കാനുള്ള പ്രഖ്യാപനം നടത്തിയത്. മാധ്യമരംഗത്ത് 40 വർഷം പിന്നിടുന്ന 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ കേരള യാത്രയിൽ കൈകോർത്ത് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി തിരഞ്ഞെടുത്ത 40 സർക്കാർ സ്കൂളുകളിലാണ് ആധുനിക കമ്പ്യൂട്ടർ ലാബുകൾ സ്ഥാപിക്കുക. തിരഞ്ഞെടുത്ത സ്കൂളുകളുടെ പട്ടിക 24 ഉടൻ പ്രസിദ്ധീകരിക്കും. ലഹരിക്കും അക്രമത്തിനുമെതിരായ SKN40 കേരള യാത്രയ്ക്ക് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ആശംസ നേർന്നു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 24ഉമായി കൈകോർക്കുന്നത് ആദ്യമല്ല. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് 24 കണക്റ്റിന്റെ 100 വീട് പദ്ധതിയിലെ വീടുകളുടെ നിർമ്മാണം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി പുരോഗമിക്കുകയാണ്. ചില വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി ഇതിനകം ഉപഭോക്താക്കൾക്ക് കൈമാറി. 24 കൊച്ചി. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.